പേര് ഷബീർ എന്നാണ്. ഷബീർ ആരംകുളത്ത് നിന്നാണ്. നന്മണ്ട സ്വദേശിയാണ്. ഞാൻ ഇങ്ങനൊരു സദസ്സിൽ സംസാരിക്കാൻ ആപ്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും കുറച്ച് സംഗതികൾ എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. എന്നാലും അത് പങ്കുവെക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ പ്രതിരോധമാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തുള്ള വിഷയം. പ്രതിരോധത്തിൻ്റെ സംഗീതം നേരത്തെ നദീംക പറഞ്ഞു വെച്ച കുറച്ച് സംഗതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 സംഗതികളോട് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കും. 1193 ആണെന്നാണ് എൻ്റെ ഓർമ്മ, ചിലപ്പോൾ തെറ്റാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെടുന്നു. അത്രയും കാലം അമ്പലത്തിലെ ആരാധനയോടനുബന്ധിച്ച് നടന്നിരുന്ന ഒരു എന്താ പറയുക, ഉന്നത കുലജാതരുടെ ഒരു പരിപാടിയാണ് സംഗീതം എന്ന് പറയുന്നത്. പൂർണ്ണമായും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ കർണാട്ടിക് മ്യൂസിക് പ്യുവർലി ഇപ്പോഴും അമ്പല സംഗീതമാണ്. എന്നാൽ ഹിന്ദുസ്ഥാനി കുറച്ചുകൂടെ എന്നല്ല. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ രമേശ് നാരായൺ ഇവിടെ കോഴിക്കോട് വേറൊരു ആവശ്യത്തിന് വന്ന സമയത്ത് ഒരു ചെറിയൊരു മഹഫിൽ പോലെ ഉണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം സംസാരിച്ച ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചാണ് തുടങ്ങിയത്. പക്ഷെ ഞാനത് ഹിന്ദുസ്ഥാനിയിലേക്ക് എത്താനുള്ള കാരണം അത് കുറെ കൂടെ മതേതരമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാനിയുടെ ചരിത്രം മതേതരത്വത്തിലല്ല. അത് പ്യുവർലി എങ്ങനെയാണോ കർണാട്ടിക് മ്യൂസിക് ഉള്ളത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോഴേ നമുക്ക് എന്താണ് മുസ്ലിം ഭരണം നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിനോട് ചെയ്തിട്ടുള്ള സംഭാവന എന്ന് കൃത്യമായി മനസ്സിലാവും. 1193 മുസ്ലിം ഭരണം സ്ഥാപിതമായതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സംഗീതത്തെ കൊട്ടാര സദസ്സുകളിലേക്ക് എത്തിക്കുന്നത്. നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കല്ല ചെയ്തത്, കൊട്ടാര സദസ്സുകളിലേക്കാണ് വരുന്നത്. ഈ കൊട്ടാര സദസ്സുകളിൽ സ്വാഭാവികമായിട്ടും അമ്പലത്തിൽ പാടിയിട്ടുള്ള സംഗതികൾ പാടിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അല്ലാത്ത പുതിയ സംഗതികൾ കൂടെ കടന്നു. അതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാനി കൾച്ചർ, ഇന്ന് കാണുന്ന കൾച്ചറിലേക്ക് ഹിന്ദുസ്ഥാനിയെ മാറ്റുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് അമീർ ഖുസ്രോ പോലുള്ള പ്രതിഭകൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അമീർ ഖുസ്രോ തബല, സിതാറ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റുകളുടെ കൂടെ ഉപജ്ഞാതാവാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു 600-700 വർഷത്തോളം മുസ്ലിം ഭരണം നിലനിന്നിട്ടുണ്ട്. 1880-കളുടെ പകുതിയിലാണ് യഥാർത്ഥത്തിൽ ആ ബഹാദൂർ ഷാ സഫറോട് കൂടി അത് അവസാനിക്കുന്നത്. അപ്പോൾ അത്രയും കാലം 600-700 വർഷം മുസ്ലിം ഭരണം നിലനിന്ന സമയത്ത് ഹിന്ദുസ്ഥാനി സംഗീതം യഥാർത്ഥത്തിൽ പുതിയ ഒരു തലത്തിലേക്ക് മാറി. അത് ഘരാനകളായി മാറി. ഘരാന യഥാർത്ഥത്തിൽ പാരമ്പര്യ സംഗീതമാണ്. പാരമ്പര്യ സംഗീതം എന്ന് പറഞ്ഞാൽ നദീംക സൂചിപ്പിച്ചതുപോലെ വാപ്പ മക്കൾക്ക്, പേരമക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഓറലാണ്, പ്യുവർലി ഓറലാണ്. ഈ ഘരാനകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഘരാനയിൽ പഠിപ്പിക്കുന്ന അതേ സ്റ്റൈലായിരിക്കില്ല വേറൊരു ഘരാനയിൽ. രാഗമൊക്കെ ഒന്നായിരിക്കും, അതിൻ്റെ വിസ്താരത്തിൽ മാറ്റം ഉണ്ടാവും. അവരുടേതായിട്ടുള്ളൊരു സിമ്പൽ അതിലുണ്ടാവും ആ സംഗീതത്തിൽ. ഒരാൾ ഹിന്ദുസ്ഥാനി കൾച്ചറിനെ, സംഗീതത്തെ നന്നായി അറിയുന്ന ഒരാളുടെ പാട്ട് കേട്ടാൽ അയാൾ ഇന്ന ഘരാനയിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിഗ്നേച്ചർ അവരുടെ ഇതിലുണ്ട്. അപ്പം ബഹാദൂർ ഷാ സഫറിൻ്റെ ഒക്കെ കാലത്ത് ബഹാദൂർ ഷാ സഫർ നല്ല ഒരു എഴുത്തുകാരൻ കൂടെയാണ്, ഗംഭീര കവിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇവിടെ കോളനൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ മുസ്ലിം സമുദായത്തോട്
എല്ലാ കാലത്തും ഉള്ളതുപോലെ ഉള്ള ഒരു വെറുപ്പാണ് ഇന്നും ഉള്ളത് എന്നുള്ളത് നേരത്തെ നദീമൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലാക്കണം. ഈ രണ്ട് ധാരകൾ യഥാർത്ഥത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തെ നന്നാക്കുക എന്നുള്ള പേരിലുണ്ടായി. അതിൽ ഒന്നാമത്തത് മോഡേണൈസേഷനാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ബാർക്കാണ്ഡെയാണ് യഥാർത്ഥത്തിൽ മോഡേണൈസ് ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങുന്നത്. രണ്ടാമത്തത് ഹിന്ദുയിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മോഡേണൈസ് ചെയ്യുമ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. പിന്നെ ഇപ്പോൾ ഓറലായി നിൽക്കുന്ന ഒരു സംഗീത സംവിധാനം, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ നന്നാക്കി എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. കേൾക്കുമ്പോൾ നല്ല രസമുള്ള സംഗതിയാണ്. അത് അങ്ങനെ കൊണ്ടുവരാൻ ഇവർ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. അതായത് മോഡേണൈസേഷൻ്റെ വി എൻ ഭാർക്കാണ്ഡെ ഇവർ പറയുന്നത്, അതിൻ്റെ ലക്ഷ്യമായി പറയുന്നത് എന്താ വെച്ചാൽ ടു കളക്ട് ആൻഡ് പ്രിസർവ് ദ ഗ്രേറ്റ് മാസ്റ്റർ പീസസ് ഓഫ് ദ ആർട്ട് നൗ ഇൻ ദ പൊസഷൻ ഓഫ് ഇല്ലിറ്ററേറ്റ്സ്. അത് കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുക എന്താ ഇല്ലിറ്ററേറ്റ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഇവിടെയുള്ള മുസ്ലിങ്ങളെയായിരുന്നു. ഈ അധകൃതരായിട്ടുള്ള അഭ്യസ്തവിദ്യരല്ലാത്ത ആ മൊരടന്മാരിൽ നിന്ന്, നമ്മളങ്ങനെ പറയുന്നത്, ആ മൊരടന്മാരിൽ നിന്ന് ഈ സംഗീതത്തെ മോചിപ്പിക്കണം, അത് മോഡേണൈസ് ചെയ്യണം, എല്ലാ ആളുകൾക്കും പ്രാപ്യമാകുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ഇതാണ് ലക്ഷ്യം. ഇത് മോഡേണൈസേഷൻ എന്നുള്ള ഓമന പേരിൽ വിളിച്ച ഒരു സംഗതിയാണ്. രണ്ടാമത്തത് ഹിന്ദുയിസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് പലുസ്കർ ചെയ്തിട്ടുള്ളത്. പലുസ്കർ ലാഹോറിൽ ഈ ഗന്ധർവ മഹാവിദ്യാലയം സ്ഥാപിക്കുന്നത് നദീമൊക്കെ പറഞ്ഞു. ലാഹോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പോക്കറ്റാണ്, പക്ക മുസ്ലിം പോക്കറ്റാണ്. അങ്ങനെ ഒരു മുസ്ലിം പോക്കറ്റിൽ ഒരു ഗന്ധർവ മഹാവിദ്യാലയം സ്ഥാപിച്ചിട്ട് ആ സ്ഥാപനത്തിൽ ഒരു മുസ്ലിം കുട്ടി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് അദ്ദേഹം അതിൻ്റെ വളരെ അഭിമാനത്തോടുകൂടി പ്രഘോഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തത്വത്തിൽ ഈ രണ്ട് മൂവ്മെൻറ്റും, അതായത് മോഡേണൈസേഷനും ഹിന്ദുത്വ സംഗതിയും, രണ്ടും ഘരാനകളെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു. കാരണം ഈ ഉസ്താദ് എന്നുള്ള പേര് അത്ര നമുക്ക് കേൾക്കുമ്പോൾ വലിയ സുഖമായി തോന്നുമെങ്കിൽ അവർക്ക് അത്ര സുഖകരമായ ഒരു സംഗതിയല്ല. കാരണം ഉസ്താദ് എന്നുള്ള പേര് സ്വാഭാവികമായും അതിൻ്റെ മുസ്ലിം കൾച്ചറിലേക്ക് ചെന്നെത്തുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഹൈന്ദവ പേരുള്ള ഒരാളെ ഉസ്താദ് എന്ന് വിളിച്ചാലും അത് ചെല്ലുന്നത് സ്വാഭാവികമായിട്ടും മുസ്ലിം കൾച്ചറിലേക്കാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഈ പലുസ്കർ ആരോപിച്ചിട്ടുള്ളൊരു സംഗതി യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹവുമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ബന്ധം ജാരബന്ധമാണ് എന്നാണ്. അങ്ങനെ തന്നെയാണ് അറിയുന്നത്, ജാരബന്ധമാണ്. ഈ പലുസ്കറിൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി യഥാർത്ഥത്തിൽ തപസ്യയാണ്. ഈ തപസ്യ നമ്മളുടെ പരിശുദ്ധമായ ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഈ ജാരസന്തതികളിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതേ സംഗതികൾ 1900 കഴിഞ്ഞ ഉടനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ ബേജാറിനൊന്നും ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ ഇനിയും സംഭവിക്കും. പക്ഷേ ഇന്നുള്ളത് പോലെ അത് നിലനിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിന് പറ്റിയ രീതിയിൽ, അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പം അത് നിലവിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സംഗതിയിലേക്ക്, ഞാനിതിൽ ഹിന്ദുസ്ഥാനി കൾച്ചറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി സംഗീതം മാത്രമല്ല, അതിൻ്റെ സാഹിത്യം കൂടെ വരുന്നുള്ള ഉറുദു ഭാഷ എന്ന് പറയുന്നത് ഇതേ സമയത്ത് 1793 ശേഷം സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അത് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഇന്ന സമയത്ത് സംഭവിച്ചു എന്നുള്ളതല്ല.
അത്രയും കാലം ഗഡീബോലി, അവധ് എന്നൊക്കെ പറഞ്ഞ് ബ്രിജ് ഭാഷ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിലനിന്നിരുന്ന ഒരുപാട് സംസാര ഭാഷകളുണ്ട്. ഈ സംസാര ഭാഷകൾക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ സംസാര ഭാഷകളിലേക്ക് സ്വാഭാവികമായിട്ട് ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ മലപ്പുറത്തെ അരീക്കോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഒന്ന് അയാളിലേക്ക് ഈ അരീക്കോടിലുള്ള, ഇപ്പോൾ കോഴിക്കോട് സംസാരിക്കുന്ന അതേ ഭാഷയല്ല അരീക്കോട് ഉണ്ടാവുക. പദസമ്പത്തിൽ വരെ മാറ്റമുണ്ട്. ഒരേ സംഗതികൾക്ക് പല പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ അരീക്കോട് ചെന്നിട്ട് സംസാരിക്കുമ്പം, അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ പദാവലികൾ, കോഴിക്കോടുള്ള പദാവലികൾ അരീക്കോട്ടുകാർക്ക് സംഭാവന ചെയ്യും. അതേപോലെ അരീക്കോട്ടുകാരുടെ ചില പദാവലികൾ അയാൾ സ്വായത്തമാക്കും. ഇത് സ്വാഭാവികമായിട്ടും മുസ്ലിം ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോഴും സംഭവിച്ചു. അങ്ങനെയാണ് ഉറുദു ഭാഷയുടെ ആദ്യ രൂപം രേഖ്ത എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി, ഹിന്ദവി എന്നൊക്കെയുള്ള പേരിൽ ഉണ്ടാകുന്നത്. ഇതാണ് ഹിന്ദിയുടെയും ഉറുദുവിൻ്റെയും ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള രൂപം, രേഖ്ത എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ആൾ അമീർ ഖുസ്രു ആണ്. അമീർ ഖുസ്രു സിഹാല മിസ്കീൻ മകുൻ തഗാഫുൽ പരായ നൈന ബനായ ബത്തിയ എന്ന് പറയുന്ന ഒരു ഗസൽ എഴുതുന്നുണ്ട്. ഈ ഗസലിൻ്റെ പ്രത്യേകത, ആദ്യത്തെ വരി, ഒരു ഈരടികളായിട്ടാണ് ഗസലുകൾ പോവുക. അതിൽ ആദ്യത്തെ വരി അവധ് ബ്രിജ് ഭാഷകൾ ചേർത്തുകൊണ്ടുള്ള വരിയും, രണ്ടാം വരി പേർഷ്യൻ ഭാഷയിലുള്ള, പൂർണ്ണമായും പേർഷ്യൻ ഭാഷയിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മിക്സിങ് യഥാർത്ഥത്തിൽ ഒരു പുതിയ ഭാഷയ്ക്ക് തുടക്കമിടാൻ ചെയ്തത്. ആദ്യത്തെ ഗസലും അതാണ്, ഇന്ത്യയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ഗസലാണ്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഉറുദു ഭാഷയുടെ വിത്തിടുന്നത്. സ്വാഭാവികമായിട്ടും പേർഷ്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ഭാഷ. ഈ പേർഷ്യൻ ഭാഷ ഭരണഭാഷയായിട്ട് ഇവിടെ നിലനിന്നു. ഈ ഭരണഭാഷയായിട്ട് പേർഷ്യൻ നിലനിൽക്കുമ്പോഴും ബ്രിജ് സംസാരിക്കുന്ന ആളുകളുണ്ട്, പിന്നെ അവധ് സംസാരിക്കുന്ന ആളുകളുണ്ട്, ഗഡിബോലി സംസാരിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ കൾച്ചർ വേറെ ആയിട്ട് നിന്നു. അപ്പോൾ ഇതിലേക്ക് ഈ ഭാഷയിൽ നിന്നുള്ള പദാവലി, വക്കീൽ, ജില്ല, ഇതൊക്കെ പേർഷ്യൻ ഭാഷയുടെ സംഭാവനകളാണ്. ഇതൊക്കെ ഈ കൾച്ചറിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം രണ്ട് കൾച്ചർ, അതായത് സാഹിത്യപരമായിട്ട് ഉറുദു രൂപപ്പെട്ടു വന്നതിന് ഉറുദുവിനെ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ദക്കൻ എന്ന് പറയുന്ന ഏരിയയിൽ, നമ്മൾ ദക്കൻ ഉറുദു എന്ന് പറയും. വലി ദക്കിനി, കുലി കുത്തുബ് ഷാ അറിയാം, കുലി കുത്തുബ് ഷാ അറിയാം. കുലി കുത്തുബ് ഷാ ഒക്കെ ഈ ഉറുദു ഭാഷയെ, ദക്കൻ സ്വാധീനമുള്ള ഉറുദു ഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യം രചിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഈ ദക്കൻ ഏരിയകളിൽ മാത്രം ഉറുദുവിൽ സാഹിത്യം വന്നു. എന്നാൽ അതേ സമയത്ത് ദില്ലി പോലുള്ള കുറേ കൂടെ പട്ടണമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഏരിയകളിൽ പേർഷ്യനാണ് അന്നും സാധാരണയായി സാഹിത്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഭാഷ. അങ്ങനെ വലി മുഹമ്മദ് വലി എന്ന് പറയുന്ന ഒരാളുടെ, വലി ദക്കിനി എന്നാണ് അയാൾ അറിയപ്പെട്ടിട്ടുള്ളത്. ഈ വലി ദക്കിനി ദില്ലിയിലേക്ക് ഒരു ആവശ്യത്തിന് ഇങ്ങനെ പോവാണ്. അപ്പോൾ ദില്ലിയിൽ കുറച്ചു കാലം താമസിക്കുന്നുണ്ട്. ദില്ലി മുഷായറകളുടെ കേന്ദ്രമാണ്. മുഷായറകൾ, കവി സദസ്സുകൾ നമുക്കറിയാം. മുഷായറകളിൽ നല്ല ഗസലുകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ ഒക്കെ പേർഷ്യൻ ഭാഷയിലാണ്. വലിയ ദക്കിനി ആണെങ്കിൽ ഗസലുകൾ എഴുതുന്നത് ഉറുദു ഭാഷയിലാണ്, അതായത് ദക്കൻ സ്വാധീനമുള്ള ഉറുദു ഭാഷയിലാണ്. അപ്പോൾ അവിടെ ചെന്ന് മുഷായറയിൽ ഒരു കവിത അവതരിപ്പിക്കാൻ അദ്ദേഹം അവസരം ചോദിക്കുന്നുണ്ട്. ഈ അവസരം ചോദിക്കുന്ന സമയത്ത് ഉറുദുവിലോ ഗസലോ അത് നടക്കുന്നതല്ല. ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. സമ്മതിക്കുന്നില്ല. കുറേ പ്രാവശ്യം ഈ ആവശ്യവുമായി പോയതിന് ശേഷം, പാവം കുറേ ആയില്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുന്നത്. അദ്ദേഹം ഈ പേർഷ്യൻ സ്വാധീനമുള്ള
ഉറുദു ഗസലുകൾ നിലനിൽക്കുന്ന, അത് മാത്രം ചർച്ചയാകുന്ന, അതിന് വാ വിളിക്കുന്ന മുഷായറകളിൽ ചെന്നിട്ട് അതുവരെ കേട്ട് കേൾവിയില്ലാത്ത മനോഹാരിതയോടുകൂടി ഉറുദുവിൽ ഒരു ഗസൽ അവതരിപ്പിച്ചു. ഇങ്ങനെ അതങ്ങോട്ട് അവതരിപ്പിച്ചതോടുകൂടി ഇവരാകെ സ്തബ്ധരായി. കാരണം ഉറുദു അവർക്ക് അറിയുന്ന ഭാഷയാണ്, പക്ഷെ അതൊരു സാഹിത്യ ഭാഷയാണ് എന്ന് അംഗീകരിക്കാൻ അവർക്ക് അത്രയും കാലം സാധിച്ചിട്ടില്ല. ഈ ഉറുദു ഭാഷയിൽ ഒരു മനോഹരമായ ഗസൽ സാധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടിയാണ് ദില്ലിയിൽ ഉറുദു ഭാഷയിൽ ഗസലുകൾ എഴുതി തുടങ്ങുന്നത്. ഗസൽ ഒരു സവിശേഷമായ ഒരു രചനാ രീതിയാണ്, കവിതയാണ്. അത് ഒരേ മീറ്ററിലാണ്, അതിൻ്റെ എൻഡ് ചെയ്യുന്നത് ഒരേ വേർഡിലാണ്, അതിൻ്റെ വേർഡിൻ്റെ തൊട്ട് മുമ്പ് റൈം ഉണ്ടാകും, ഒരേ റൈമായിരിക്കും, ഈരടികളാണ്, ഇങ്ങനെ കുറേ പ്രത്യേകതകൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത്രയും ഘടനാപരമായി അത്രയും സവിശേഷതയുള്ള ഒരു സംഗതി പേർഷ്യനിൽ മാത്രമേ സാധിക്കൂ എന്ന് വിചാരിച്ചെടുത്തേക്ക് ഉറുദു ഭാഷയിൽ അങ്ങനെ ഒന്ന് സാധ്യമാണ് എന്ന് സ്ഥാപിച്ചതോടുകൂടി ദില്ലിയിലും അതിന് തുടക്കം കുറിക്കണം. അങ്ങനെയാണ് ദബിസ്ഥാനെ ദില്ലി, ദബിസ്ഥാനെ ലക്നൗ എന്ന് പറയുന്ന രണ്ട് രീതികൾ, ലക്നവി ആയിട്ടുള്ള രചനാ രീതിയും ദില്ലിയിൽ വേറൊരു രചനാ രീതിയും ഗസലിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് വരാനുള്ളത് പിന്നെ ഇതിൻ്റെ പ്രതിരോധത്തിൻ്റെ സംഗതിയിലേക്കാണ്. അപ്പം അറബ് ഭാഷയിൽ രൂപപ്പെട്ട് പിന്നീട് മൊസറബിക്, ഫ്രഞ്ച്, ജർമ്മൻ എന്നിങ്ങനെ ഭാഷകളിലൊക്കെ പോയിട്ടുണ്ട്. അതോടൊപ്പം അത് പേർഷ്യനിലേക്കും ചെന്നെത്തുകയുണ്ടായി. പേർഷ്യനിൽ വെച്ചിട്ടാണ് ഗസൽ എന്നുള്ള സംഗതി അതിൻ്റെ ഇപ്പം കാണുന്ന എല്ലാ രൂപങ്ങളും ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഒരു വരി ഇങ്ങനെ എടുത്തിട്ട് ഈരടി മുന്നോട്ട് വെച്ചാൽ ആ ഈരടിക്ക് ഒറ്റയായി നിലനിൽപ്പുണ്ടാകുക, അത് ഒറ്റക്കൊരു കഥ പറയുക, അതിന് ആ ഘടന എല്ലാ ഈരടികളുടെയും എൻഡിൽ ഒരേ വാക്കുണ്ടാവുക, ഇതൊക്കെ രൂപപ്പെടുന്നത് പേർഷ്യനിൽ വെച്ചിട്ടാണ്. അതോടൊപ്പം പേർഷ്യനിൽ വെച്ചിട്ട് ഒരു പ്രതിരോധത്തിൻ്റെ സംഗതി കൂടെ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സൂഫിസത്തിൻ്റെ സ്വാധീനം പേർഷ്യയിൽ വല്ലാതെ വന്നു. സൂഫിസം ശക്തി പ്രാപിച്ചതോടുകൂടി സൂഫിസം നിരോധിക്കുന്ന അവസ്ഥയിലേക്ക് ആ രാഷ്ട്രങ്ങൾ മാറുന്നുണ്ട്. അവിടെ ഒളിഞ്ഞും തെളിഞ്ഞും ചിലത് പറയുക എന്നുള്ള രീതിയും സ്വാഭാവികമായിട്ടുണ്ടായി. അപ്പോൾ ഈ ഭരണകൂട ധാർഷ്ട്യത്തിനെതിരെ വെച്ചാൽ ഡയറക്റ്റ് അല്ല, ആ ധാർഷ്ട്യത്തെ എതിർത്തുകൊണ്ട് പടച്ചവനോടുള്ള മഹബത്ത് സൂഫി കവികൾ അവരുടെ ഗസലുകളിൽ ഉൾപ്പെടുത്തി. അപ്പം മദ്യവും ചഷകവും മദ്യവും മധുശാലയും ഒക്കെ ഗസലിൽ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ നോക്കി ഒറ്റ നോട്ടത്തിൽ അത് വായിച്ചു പോകുന്ന ആൾക്ക് അത് മദ്യവും ചഷകവുമാണ്. എന്നാൽ അത് പടച്ചോനും പടപ്പുമായി മാറുന്ന രീതിയിൽ സങ്കല്പിച്ചുകൊണ്ടാണ് രചന അവിടെ നടക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ അറിയപ്പെടുന്ന രീതിയിൽ ആദ്യത്തെ പ്രതിരോധത്തിൻ്റെ ഒരു ശബ്ദം ഗസലുകളിൽ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ ഒരുപാട് കവികൾ ഈ ഗസലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഗാലിബ് മുതൽ ഏറ്റവും അവസാനം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജാവേദ് അക്തർ വരെ ഉറുദു ഭാഷയിൽ പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഗാലിബിനെ സംബന്ധിച്ചിടത്തോളം ഗാലിബ് അങ്ങനെ പ്രതിരോധത്തിൻ്റെ ഗസലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരികൾ എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഡയറക്റ്റ് ഭരണകൂടത്തിനെതിരൊന്നും ഉണ്ടായി. പക്ഷെ മൂപ്പർക്ക് അനുഭവിച്ചിട്ടുള്ള കുറേ പ്രയാസങ്ങൾക്കെതിരെ മൂപ്പർ എഴുതിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പം പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് സ്വർഗത്തിലുള്ള വിശ്വാസം. മൂപ്പര് ഗാലിബിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ച് മൂപ്പരത് പറഞ്ഞിട്ടുണ്ട്. ഹംകോ മാലൂം ഹെ ജന്നത്ത് കി ഹക്കീക്കത്ത് ലേക്കിൻ ദിൽ കോ ഖുഷ് രഹനെ കെ ലിയെ യേ ഖയാൽ അച്ഛാ ഹെ, ഗാലിബ് യേ ഖയാൽ അച്ഛാ ഹെ. എനിക്കറിയാം ഈ സ്വർഗത്തിൻ്റെ കാര്യമൊക്കെ, അതിൻ്റെ സത്യമൊക്കെ എനിക്കറിയാം. പക്ഷേ ഹൃദയത്തെ സന്തോഷിപ്പിച്ച് നിർത്താൻ ആ ചിന്ത നല്ലതാണ്. ഇത് യഥാർത്ഥത്തിൽ വേറൊരു തലത്തിൽ പ്രതിരോധത്തിൻ്റെ ഒരു സംഗതിയായിട്ട് വ്യാഖ്യാനിക്കാവുന്ന ഒരു വളരെ ശക്തമായ ചില സമയത്ത്
മൂപ്പരുടെ പ്രണയ കവിതകളിൽ പോലും നമുക്കത് ഒറ്റക്കെടുത്താൽ, ആ ഈരടി ഒറ്റക്കെടുത്താൽ പിന്നെ വളരെ ശക്തമായ പ്രമേയത്തോടുകൂടി പ്രതികരിച്ചായി തോന്നുന്ന ചില ഷെയറുകളുണ്ട്. ഞാനതൊന്ന് വായിക്കും. मैं भी मुँह में ज़बां रखा हूँ, मैं भी मुँह में ज़बां रखा हूँ, काश पूछो कि मुद्दा क्या है, दिले नादान तुझे हुआ क्या है എന്ന് പറയുന്ന ഗസലിലുള്ള ഈരടിയാണ്. എൻ്റെ മുഖത്തുണ്ട് എന്ത് വായ, എന്നോട് എന്താ ചോദിക്കണമെന്നുണ്ട്, എന്നോട് എന്താ ആവശ്യമുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ മതി, വേറൊരാളോട് ചോദിക്കേണ്ടതുണ്ട്. ഇത് അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ട് കാണാവുന്ന ഒരു സംഗതിയാണ്. ഗാലിബ് യഥാർത്ഥത്തിൽ വളരെ പിന്നെ കൂടുതലും എഴുതിയിട്ടുള്ളത് പേർഷ്യൻ ഭാഷയിലാണ്. പേർഷ്യൻ കലർന്ന ഉറുദുവിലാണ് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചത്. അദ്ദേഹത്തിനോട് പല ആളുകളും വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തോട് ഒരിക്കൽ പിന്നെ വേറൊരു കെട്ടിയുണ്ടാക്കിയ കവിത മുമ്പിൽ വെച്ചിട്ട് ഇതെന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ഇവരോട് ചോദിക്കേണ്ടത്. കാരണം അത്രയും ഇപ്പോൾ ഈ പിന്നെ എ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ട് ഉറുദുവിൽ, എ, അതായത് ഓഫ് എന്നുള്ള പിന്നെ അർത്ഥമാണ് അതിന് വരുന്നത്. അങ്ങനെ എ വെച്ച് കൂട്ടിയ കുറേ വാക്കുകൾ വെച്ചുകൊണ്ടൊരു പിന്നെ ഒരു ഈരടി മുമ്പയുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കും. ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പം മുമ്പ് ഇങ്ങനെ നോക്കിയിട്ടില്ല, ഇത് ഞാൻ എഴുതിയല്ല എന്ന് പറഞ്ഞു. അല്ല, ഇത് നിങ്ങൾ എഴുതി തന്നെയാണ്. മുമ്പ് പിന്നെയും നോക്കിയിട്ട് മുമ്പ് എഴുതിയതല്ല മുമ്പർക്ക് മനസ്സിലായി. അപ്പോഴാണ് മുമ്പ് മനസ്സിലായി ഇദ്ദേഹത്തെ പരിഹസിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ അതിന് പിന്നെ മറുപടിയായിട്ട് അദ്ദേഹം ഒരു ഷെയർ കുറിക്കുന്നൊക്കെ ഉണ്ട്, എനിക്ക് ഓർമ്മയിലില്ല. അങ്ങനെ ഗാലിബും പ്രതിരോധത്തിൻ്റെ ആയിട്ടുള്ള ഒരു സംഗതി ചെയ്തതായിട്ട് കാണാം. മീറിലേക്ക് വന്നാൽ മീർ തക്ക് മീർ എന്ന് കേട്ടു. ഞാൻ ആദ്യം മീറിനെ കേൾക്കുന്നത് ഷഹബാസ് അമൻ്റെ ഒരു പാട്ടിൽ എന്തായിരുന്നു, നീയും നിലാവിനും. അപ്പം ഞാനത് നീർന്നാണ് കേട്ടത് എൻ്റെ അതിലേക്ക്. പിന്നെ ഇതെന്താ സംഭവം നോക്കിപ്പോയപ്പോഴാണ് ഇത് മീറാണ്, അത് മീർ തക്ക് മീറാണ് എന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പോൾ മീർ തക്ക് മീർ ഒരു സമയത്ത്, അപ്പം അദ്ദേഹം ദില്ലിയോട് വളരെ അഗാധമായ പ്രണയമുള്ള ഒരാളായിരുന്നു. ദില്ലി റബിസ്ഥാനെ ദില്ലിയുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ലക്നൗവിലേക്ക് നാട് കടത്തപ്പെടുകയും ലക്നൗവിൽ വെച്ച് അദ്ദേഹത്തോട് കവിതകൾ എഴുതാനും അത് ഞങ്ങളത് ആസ്വദിക്കട്ടെ എന്നും പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞ ഞങ്ങൾക്കത് മനസ്സിലാവില്ല, എൻ്റെ കവിത നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ലക്നൗവിൽ നിൽക്കല്ലാതെ നിവർത്തില്ല. ആളുകൾ പരിഹസിക്കുന്നുണ്ട്, മുമ്പ് കവിത എഴുതാൻ അറിയാത്ത ആളുകളാണെന്നുള്ള രീതിയിൽ വരെ പരിഹാസം വരുന്നുണ്ട്. പക്ഷേ അവിടുന്ന് നവാബുമാരുടെ സ്റ്റൈപ്പൻഡ് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആ സ്റ്റൈപ്പൻഡ് നിരസിക്കുകയാണ്. ആ സ്റ്റൈപ്പൻഡ് നിരസിച്ചുകൊണ്ട് ഭരണകൂടത്തോട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ജിസ് സർക്കെ ഗുരൂർ ആജ് ഹെ യാ താജ് വരി ഹെ. ഇത് കാണുന്നില്ല. पर उस पे यही शोर है फिर ഏതായാലും ഇങ്ങനെ പറയുന്നത്, ഇന്ന് കിരീടത്തിൻ്റെ പ്രതാപം ആരുടെ തലയിലാണോ, ആരുടെ തലക്ക് മുകളിലാണോ, നാളെ അത് ഇവിടെ വിലാപത്തിൽ മുങ്ങുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഒരു കിത്ത എന്ന് പറയുന്ന ഒരു നസ്മ എഴുതുന്നുണ്ട്. കിത്ത എന്ന് പറയുന്നത്, അതിൽ പറയുന്നത്, ക്യാ ഭൂതബാഷ് പൂച്ചോ ഹെ പുരാർ കെ സാക്കിനോ ഹംകോ ഗരീബ് ജാൻ കെ ഹസ് ഹസ് പുക്കാർ കെ. അപ്പോൾ ദില്ലിയിലുള്ള മനസ്സിലാക്കേണ്ട അതിൽ ചരിത്രപരമായ സംഗതി എന്ന് പറഞ്ഞത്, ദില്ലിയിലുള്ള ആളുകൾ ലക്നൗവിലേക്ക് അന്നം തേടി വരികയാണ്. അപ്പോൾ ലക്നൗക്കാർ ഇവരെ പരിഹസിക്കുകയാണ്. അപ്പം ലക്നൗവിൽ വെച്ചിട്ട് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇവർക്ക് അറിയാൻ ഒരു അവസ്ഥ വളരെ മോശമാണെന്നുള്ളത്. ആ സമയത്താണ് ഇദ്ദേഹം ഈ വരി എഴുതുന്നത്, പിന്നെ ഞങ്ങളുടെ അവസ്ഥയെപ്പറ്റി എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്, ഞങ്ങൾ സാധുക്കളാണ് അറിഞ്ഞ് ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അത് അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ രാഷ്ട്രീയമായിട്ട് വലിയ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളാണ് ഇഖ്ബാൽ. ഇഖ്ബാൽ കൃത്യമായി ദേശരാഷ്ട്രം, നമുക്കറിയാം സാരേ ജഹാ സെ അച്ച എന്ന് പറയുന്ന ആ വരി എഴുതിയിട്ടുള്ള ഇഖ്ബാൽ, അത് ഉറുദുവിലാണ് എഴുതിയിട്ടുള്ളത്.
ആ വരി എഴുതിയിട്ടുള്ള ഇക്ബാൽ ഒരു ഈരടി പറയുന്നുണ്ട്. ന സംജോगे तुम मिट जाएगे ये हिंदुस्तान वालों, तुम्हारी दास्तान तक भी न होगी दास्तान में. ഇന്ത്യക്കാരെ, നിങ്ങൾ ഉണർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും. നിങ്ങൾ ഉണർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നശിപ്പിക്കപ്പെടും. ചരിത്രത്തിൽ നിങ്ങളുടെ കഥയേ ഉണ്ടാവില്ല. ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടെ അദ്ദേഹം നടത്തുന്നതാണെന്ന് കാണാം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് ഓടിച്ചു പോവാണ്. ഫൈസ് അഹമ്മദ് ഫൈസിനെ കേൾക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഫൈസ് ഹം ദേഖേങ്കെ എന്ന് പറയുന്ന ആ നസ്മ എഴുതുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒരു കറുത്ത സാരി അണിഞ്ഞ് ഒരു മൈതാനത്തിൽ ഇവരിത് പാടുമ്പോൾ ഹം ദേഖേങ്കെ എന്ന് പറയുമ്പോൾ അവിടെ അതിൽ വലിയൊരു ഒരു പിന്നെ ഒരു ചരിത്രം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫൈസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹം അറബി ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ ബിരുദം നേടുന്നത്. അറബി ഭാഷയിലാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഹം ദേഖേങ്കെ എന്ന് പറയുന്ന ആ കവിത എഴുതുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ടെർമിനോളജികൾ കൃത്യമായിട്ടും ഖുർആൻ്റെ ടെർമിനോളജികളാണ്. അത് ഇദാ സുൽസിലത്തിൽ സിൽസാലഹ എന്ന് പറയുന്ന ആ ഇതിൻ്റെയൊക്കെ പ്രയോഗങ്ങളെ കടമെടുത്തുകൊണ്ട് അദ്ദേഹം അത് ഇസ്ലാമിക ഭരണത്തിലുള്ള ആ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ തന്നെ ടെർമിനോളജികളെയാണ്. ജബ് ജുൽമോ സിതം കെ കോഹെ ഗിരാൻ रोई की तरह उड़ जाएगा, हम महकूमों के पाव तले जब धरती धड़ धड़ धड़केगी, और अहले हकम के सरों पर जब बिजली कड़कड़ कड़केगी हम देखेंगे. കൃത്യമാണ്. നമ്മളെ മൂടിയിട്ടുള്ള നിഷ്ഠൂരതയുടെ പർവ്വങ്ങൾ ഒരു പരുത്തി കണക്ക് പാറിപ്പോകും. എന്നിട്ടോ നമ്മൾ അധകൃതരുടെ കാലടിയൊച്ചകൾ, ആ അധകൃതരുടെ കാലടിയൊച്ചകൾ കൊണ്ട് ധരണി അല്ലെങ്കിൽ ഭൂമി പ്രകമ്പനം കൊള്ളും. അത് ഏകാധിപതികളുടെ മേൽ ഇടുത്തിയായി വീഴും. എന്നിട്ടോ നമ്മളത് കാണുക തന്നെ ചെയ്യും. എത്ര മനോഹരമായി ഖുർആൻ്റെ ആശയങ്ങൾ എടുത്തുകൊണ്ട് ആ ആശയങ്ങളെ തന്നെ ഇവർക്ക് മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് ആണ് പ്രതിരോധത്തിൻ്റെ ഒരു ഇത് തീർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെയാണ് ഫൈസ് നമ്മുടെ ഗുലാമെ രംഗ് വരെ എഴുതുന്നത്. ഗുലാമെ രംഗ് വരെ ഒറ്റ നോട്ടത്തിൽ അത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു മനോഹരമായ ഒരു പ്രണയ കവിതയാണ്. പക്ഷെ അത് ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം കാത്തിരിക്കുകയാണ്, ആ പ്രണയിയുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രണയി സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെയാണ് ഇദ്ദേഹം കാത്തു നിൽക്കുന്നത് എന്ന് കരുതിക്കൊണ്ട് ഈ വരികൾ വായിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രതിരോധത്തിൻ്റെ സംഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം വേറൊരു കവിത എഴുതുന്നുണ്ട്. അതിൻ്റെ പേര് തന്നെ ബോൽ കെ ലബ് ആസാദ് ഹേ തെരെ, ബോൽ കെ ലബ് ആസാദ് ഹേ തെരെ, സംസാരിക്കും നിൻ്റെ നാവ് സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യവാഞ്ചയോടുകൂടിയാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലായി. അതേ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള വേറെ കവിയാണ് അഹമ്മദ് ഫറാസ്. അഹമ്മദ് ഫറാസിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം ആദ്യമായി ഒരു ഈരടി എഴുതുന്നത് എപ്പോഴാണെന്നുള്ളത് മനസ്സിലാക്കിയ ഭയങ്കര രസകരമായ സംഗതിയാണ്. ഒരു പെരുന്നാൾ സമയമാണ്. പെരുന്നാൾ സമയത്ത് വീട്ടിലുള്ള എല്ലാവർക്കും വസ്ത്രം എടുത്തു. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കുണ്ട്, വീട്ടിലെ ഉമ്മക്കും ഉപ്പക്കും ഒക്കെ വസ്ത്രമുണ്ട്. ഫറാസിനും വസ്ത്രം എടുത്തിട്ടുണ്ട്. പക്ഷെ ഫറാസിൻ്റെ ചോയ്സ് അവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഫറാസിന് ഇഷ്ടപ്പെടാത്തൊരു വസ്ത്രമാണ് പാപ്പയും ഉമ്മയും വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹം ആദ്യമായി കുറിക്കുന്ന ഈരടി
जबकि सबके वास्ते लाए हैं कपड़े साले से, लाए हैं मेरे लिए ഖൈദി का കമ്പൽ ജയിൽ സെ. എല്ലാവർക്കും മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിതാ ജയിലിൽ നിന്ന് തടവുപള്ളികൾക്ക് കൊടുക്കുന്നൊരു വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം ആദ്യമായി എഴുതുന്ന ഇരടി. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിപ്ലവ സംഗതി ആദ്യമായി പുറംചാടുന്നത് ഒരു ഇരടിയിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഫൈസൽ സൂചിപ്പിക്കേണ്ട ഒരു ഒറ്റ നസ്മു കൂടെ ഉണ്ട്. കുത്തെ എന്ന് പറയുന്ന ഒരു നസ്മ് അദ്ദേഹം എഴുതുന്നുണ്ട്. ഫൈസൽ കുത്തെ, നായകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നസ്മിലെ ഒരു 2-3 വരി ഞാൻ വായിക്കാം. ये चाहे तो दुनिया को अपने बना ले, ये आकाओं की हदिया तक चबा ले, कोई इनको एहसास से जिल्लत दिला दे, कोई इनकी जोई हुई दम ही ला दे. അദ്ദേഹം അവരാഗ്രഹിച്ചാൽ ലോകം കീഴടക്കാം, അവർ ആഗ്രഹിച്ചാൽ ലോകം കീഴടക്കാം. രോഷം കൊണ്ടാൽ മുതലാളിയുടെ എല്ല് കാരുമവർ. അവരുടെ അപമാനത്തെക്കുറിച്ച് ആരെങ്കിലും അവരെ ഒന്ന് ഓർമ്മിപ്പിക്കൂ. അതായത് അവരാഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് ലോകം തന്നെ കീഴടക്കാം. കാരണം പിന്നെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് മുതലാളിയുടെ എല്ല് വരെ കാരാനുള്ള കരുത്തവർക്കുണ്ട്. അപ്പോൾ ഇവർ ഈ അപമാനത്തിലാണെന്ന് അവർക്ക് തോന്നണം. അവിടെയാണ് പ്രശ്നം. അപ്പം അവർ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപമാനമാണ് എന്ന് ആരെങ്കിലും അവരെ ഉണർത്തൂ. ഉറങ്ങിക്കിടക്കുന്ന അവരുടെ വാലാരെങ്കിലും ഒന്ന് അനക്കൂ എന്നാണ് ഫൈസ് ഈ നസ്മിൽ പറയുന്നത്. അതായത് അത് ശരിക്കും ആ കുത്തെ എന്ന് വിളിക്കുന്നത് അനങ്ങാതെ നിൽക്കുന്ന ഇവിടെയുള്ള പിന്നെ അപമാനഭാരം പേറിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരോടാണ്. അത് ഈ അപമാനഭാരം പേറിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ അടിമത്തത്തിൻ്റെ വേര് പിന്നെ ഈ ഭാരം താങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാണ് യഥാർത്ഥത്തിൽ ഫൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്ന് അതങ്ങനെ പോയിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്ബർ അലഹബാദി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഗസലുണ്ട്, ഹംഗാമ ഹെ കുയും ബർപ്പ എന്ന് പറഞ്ഞ. അപ്പം ഈ ഹംഗാമ എന്ന് പറയും, ഹംഗാമ ചില ആളുകൾ മദ്യവരുടെ ഒരു നാഷണൽ ആന്തമായിട്ട് പറയാറുണ്ട്. ഹംഗാമ യഥാർത്ഥത്തിൽ ഒരു വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സംഗതി കൂടെയാണ്. അക്ബർ അലഹബാദി ഒരു സെക്യുലറായ ഒരു മുസ്ലിമാണ്. അദ്ദേഹം മത മേലധ്യക്ഷന്മാരുടെ നിലപാടുകൾക്ക് വിഭിന്നമായിട്ട് ഇതര മതസ്ഥരോട് ഇതര സമുദായങ്ങളോട് ഐക്യം സ്ഥാപിച്ച ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾക്കും പണ്ഡിതരെതിരായിരുന്നു. അങ്ങനെ അദ്ദേഹം എടുക്കുന്ന ഈ നിലപാടുകൾ പിന്നെ അവർ കള്ളു കുടിച്ചിട്ടും എഴുതുന്നതാണ് പറയുന്നതാണ് എന്നുള്ള രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ ആരോപണങ്ങൾ വന്നു. ആ സമയത്താണ് അദ്ദേഹം ഹംഗാമ ഹെ ക്യൂ ബർപ്പ തോടി സി ജോ പീലി ഹെ എന്ന് പറയുന്ന ഗസൽ എഴുതുന്നത്. എന്നുവെച്ചാൽ ഞാൻ കുടിച്ചു നല്ലല്ലോ, ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം ഈ പണ്ഡിതരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത് ആരെങ്കിലും ഇത് കുടിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് ധ്വനിപ്പിക്കുന്ന ഈരടിയ കയ്യിൽ വരുന്നത്. അത് വലിയൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു സംഗതിയാണ്. അതേപോലെ മറ്റൊരാൾ സാഹിർ ലുധിയാൻവിയാണ്. സാഹിർ ലുധിയാൻവി ഇവിടെയുള്ള കൊലപാതക രാഷ്ട്രീയങ്ങളോട് അതേപോലെ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രത്തിൻ്റെ പേരിലോ ഉള്ള കൊലപാതകങ്ങളോട് വലിയ രീതിയിൽ കലഹം പ്രഖ്യാപിച്ച ഒരാളാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, ഖൂൻ അപ്നാ ഹോ യാ പരായാ ഹോ, ഖൂൻ അപ്നാ ഹോ യാ പരായാ ഹോ, നാസ്ലെ ആദം കാ ഖൂൻ ഹെ ആഖിർ. ചോരൻ എൻ്റെതായാലും സ്വന്തമായാലും വേറൊരാളുടേതായാലും ഒടുവിൽ അത് മനുഷ്യൻ്റെ രക്തമാണ് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. പിന്നെ ഒരാളാണ് ജോഷ് മലിഹാബാദി എന്ന് പറയുന്ന ജോഷ് മലിഹാബാദി. അദ്ദേഹം ഒരു യുവാക്കളെ വലിയ
പ്രചോദനം നൽകുന്ന രീതിയിൽ കവിതകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, കാം ഹെ മെരാ തഗയ്യുർ നാം ഹെ മെരാ ശബാബ്. എൻ്റെ ജോലി എന്ന് പറയുന്നത് മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാറ്റമാണ് എൻ്റെ ജോലി. നാം ഹെ മെരാ ശബാബ്, യുവത്വമാണ് എൻ്റെ പേര്. മെരാ നാര ഇൻക്ലാബ് ഇൻക്ലാബ് ഇൻക്ലാബ്. എൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇൻക്ലാബ് എന്നുള്ളതാണ്. അത് യുവാക്കളുടെ ജോലി എന്താണ് എന്നുള്ളത് അദ്ദേഹം വിവക്ഷിച്ചു കൊടുക്കുകയാണ്. വേറൊരാളാണ് മജാസ് എന്ന് പറയുന്ന മജാസ് ലഖ്നവി എന്ന് പറയുന്ന പോയിട്ട്. അദ്ദേഹം എഴുതുന്നുണ്ട്, തെരെ മാത്തെ പെയെ ആഞ്ചൽ ബഹുത് ഹി ഹൂബ് ഹെ ലേക്കിൻ. അതായത് ഒരു സദസ്സിലേക്ക് സ്ത്രീകൾ വളരെ മനോഹരമായ ദുപ്പട്ട അണിഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട്. അപ്പം അവർ ഈ കാണിക്കുന്ന ദുപ്പട്ട ധരിക്കാൻ കാണിക്കുന്ന ഈ ആവേശം നിങ്ങൾ വേറെ ചിലർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. തെരെ മാത്തെ പെയെ ആഞ്ചൽ ബഹുത് ഹി ഹൂബ് ഹെ ലേക്കിൻ തു ഇസ് ആഞ്ചൽ സെ ഏക് പർച്ചാം ബനാ ലേത്തി തോ അച്ഛാ thी. നിങ്ങളിപ്പം ഈ നെറ്റിയിൽ അണിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തലയിൽ അണിഞ്ഞിട്ടുള്ള ഈ ഷാള് വളരെ മനോഹരമാണ്. പക്ഷേ ആ ഷാള് നിങ്ങളൊരു പതാകയാക്കി മാറ്റിയിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ മനോഹരമായി മാറുമായിരുന്നു എന്ന് സ്ത്രീകളോട് അദ്ദേഹം സംസാരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഇന്ന് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിട്ടുള്ള, ചില ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞുകൊള്ളണമെന്നില്ല, റാഹത്ത് ഇന്ദോരി എന്ന് പറയുന്ന കവിയുണ്ട്. ഈ റാഹത്ത് ഇന്ദോരിയുടെ പേര് നമ്മുടെ പാർലമെൻറ്റിൽ അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് മുഴങ്ങുന്നത്. അതായത് NRC സമരത്തിൻ്റെ സമയത്ത് മഹുവ മൊയ്ത്ര അദ്ദേഹത്തിൻ്റെ ഒരു ഈരടി ചൊല്ലുന്നുണ്ട്, ജോ ആജ് സാഹിബെ മസ്നദ് ഹെ കൽ നഹി ഹോംഗെ, കിരായദാർ ഹെ സാഥി മकान थोड़ी है, सभी का खून है शामिल यहाँ की मिट्टी में, सभी का खून है शामिल यहाँ की मिट्टी में, किसी की बाप का हिंदुस्तान थोड़ी है. ഇത് അഗർ ഖിലാഫ് ഹെ ഹോനെ ദോ ജാൻ തോടി ഹെ എന്ന് പറയുന്ന റാഹത്ത് ഇന്ദോരിയുടെ ഗസലിൽ നിന്നുള്ള അവസാനത്തെ 2 ഈരടികളാണ്. റാഹത്ത് ഇന്ദോരിയുടെ ഗസലുകളിൽ 90% ആലപിക്കപ്പെട്ടിട്ടില്ല, സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ആലപിക്കപ്പെട്ടില്ല. അത് മുഷായറകളിലാണ് കൂടുതലും വഴങ്ങിയിട്ടുള്ളത്. റാണ മുരവരി പോലുള്ള പോയറ്റുകളുടെ ഒക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. റാഹത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, റാഹത്ത് അത് അവതരിപ്പിക്കുമ്പോൾ ഭാഷ അറിയാത്ത ആൾക്ക് പോലും അത് മനസ്സിലാവുന്നതാണ്. റാഹത്തിൻ്റെ മുഷായറകൾ നിങ്ങൾ ഒന്ന് പോയിട്ട് തപ്പി നോക്കിയാൽ, യൂട്യൂബിലും തപ്പി നോക്കിയാൽ മതി. റാഹത്ത് ഇന്ദോരി മുഷായറയിൽ ഈ ഗസലുകളൊക്കെ അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. ആ എവിടെയാണോ സ്ട്രെസ് കൊടുക്കേണ്ടത്, എവിടെയാണോ വിപ്ലവം ജനിക്കേണ്ടത്, ആ രീതിയിലുള്ള വോയിസ് മോഡുലേഷൻ അദ്ദേഹം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് ഇന്നതാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഈ അദ്ദേഹം പറഞ്ഞു, ജോ ആജ് സാഹിബെ മസ്നദ് ഹെ, ഇന്ന് ഭരണാധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ കൽ നഹി ഹോങ്കെ, അവർ നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ കിരായദാർ ഹെ, അവർ വാടകക്കാർ മാത്രമാണ്. സാഥി മക്കാൻ തോടി, അത് അവരെ സ്വന്തം വകയൊന്നും അല്ല ആ സംഗതി എന്നാണ് പറയുന്നത്. ഇനി സഭി കാ ഖൂൻ ഹെ ഷാമിൽ യഹാ കി മിട്ടി മേ, ഇവിടുത്തെ ഈ ഭൂമിയിൽ എല്ലാവരുടെ രക്തമുണ്ട്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, മതമുള്ളവൻ, മതമില്ലാത്ത എല്ലാവരുടെ രക്തമുണ്ട്. കിസി കി ബാബ് കാ ഹിന്ദുസ്ഥാൻ തോടി, ഇത് ഒരാളുടെയും, പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയുടെ വകയല്ല എന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. അത് വളരെ വലിയ ഒരു പ്രതിരോധത്തിൻ്റെ ശബ്ദം കൂടിയാണ്. ഒറ്റ ആളെ കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയറ്റ് ജാവേദ് അക്തറാണ്. ജാവേദ് അക്തർ ഒരു നസ്മ എഴുതുന്നു, ഒരു കവിത എഴുതുന്നുണ്ട്. നയാ ഹുക്കുംനാമ എന്നാണ് അതിൻ്റെ പേര്. നയാ ഹുക്കുംനാമ, പുതിയ കൽപ്പന അല്ലെങ്കിൽ പുതിയ ഒരു എന്താ പറയുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഇതിലാണ്. ഞാൻ ആ ഇതുകൂടെ ഒന്ന് വായിച്ചുകൊണ്ട്, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങൾ വരുന്നുണ്ട്, നമ്മളത് ചെവി കൊടുക്കാത്തത് കൊണ്ടാണ് കേൾക്കാത്തത് എന്നുള്ള സംഗതി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ മലയാളം തർജ്ജമ മാത്രമാണ് വായിക്കുന്നത്.
പുതിയ കൽപ്പന. ആരുടെയോ ആജ്ഞയുണ്ട്. കാറ്റുകൾ ചലിക്കുന്നതിന് മുൻപ് അവയുടെ ദിശ എങ്ങോട്ടാണെന്ന് ബോധിപ്പിക്കണമെന്ന്. പോവുകയാണെങ്കിൽ തന്നെ വേഗത എത്രയാണെന്ന് കൂടി പറയണം. കൊടുങ്കാറ്റടിക്കാനൊന്നും തൽക്കാലം അനുവാദമില്ല. ഞങ്ങളുടെ ഈ മണൽക്കോട്ടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കടലാസ് കൊട്ടാരങ്ങൾ, ഇവ കാത്തുരക്ഷിക്കൽ അനിവാര്യമാണ്. കൊടുങ്കാറ്റാണെങ്കിൽ ഇവയുടെ ചിരകാല ശത്രുവാണെന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ആരുടെയോ കൽപ്പനയുണ്ട് പുഴയിലെ ഓളങ്ങളോട് ഈ ധിക്കാരമൊന്ന് കുറക്കാൻ, പരിധി വിടാതിരിക്കാൻ. കുതിക്കുക, പടരുക, പടർന്ന് വീണ്ടും കുതിക്കുക. അവ ഇങ്ങനെ വിപ്ലവത്തിനൊരുങ്ങുന്നത് തെറ്റാണ്. ഇതെല്ലാം പരിഭ്രമത്തിൻ്റെ അടയാളങ്ങളാണ്, കലാപത്തിൻ്റെയും. കലാപം വെച്ചു ഉറപ്പിക്കില്ല, പരിഭ്രമവും. ഓളങ്ങൾക്ക് പുഴയിൽ തന്നെ കഴിയണമെന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടി വരും. മറ്റൊരാജ്ഞ ഇങ്ങനെയുമുണ്ട്. ഈ ഉദ്യാനത്തിൽ ഒരൊറ്റ നിറത്തിലുള്ള പൂക്കളെ ഉണ്ടാകാവൂ. ഇനി അങ്ങോട്ട് പൂന്തോട്ടം എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കാൻ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടാകും. പൂക്കൾ ഒറ്റ നിറത്തിലാവുമെന്നത് തീർച്ചയാണെങ്കിലും ആ നിറം എത്ര കടുത്തതാവണമെന്ന് ആ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും. ആരിവർക്ക് പറഞ്ഞു കൊടുക്കും പൂന്തോട്ടത്തിൽ ഒരിക്കലും പൂക്കൾ ഒരേ നിറത്തിലാവില്ലെന്ന്? ഒരിക്കലും അങ്ങനെയാകാനാവില്ല. കാരണം ഓരോ നിറത്തിലും അനേകം നിറങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒറ്റ നിറ പൂന്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചവരെ ഒന്ന് നോക്കൂ. ഒറ്റ നിറത്തിൽ ഒരു 100 നിറം തെളിയുമ്പോൾ അവർ എത്ര നിരാശരാണെന്ന്, എത്ര വിഷമിക്കുന്നുവെന്ന്. ആരിവർക്ക് പറഞ്ഞു കൊടുക്കും കാറ്റുകളും ഓളങ്ങളും എപ്പോഴാണ് ആരുടെയെങ്കിലും ആജ്ഞ അനുസരിച്ചിട്ടുള്ളത്? കാറ്റ് ന്യായാധിപരുടെ മുഷ്ടികളിലോ വിലങ്ങുകളിലോ ജയിലുകളിലോ തടഞ്ഞു നിൽക്കാറില്ല. ഓളങ്ങൾ തടയപ്പെട്ടാൽ എത്ര ശാന്തമായ നദിയാണെങ്കിലും അത് അസ്വസ്ഥമാകും. ആ അസ്വസ്ഥതയുടെ അടുത്ത പടി, അതിൻ്റെ അനിവാര്യ ഫലം മഹാപ്രളയമാണ്. നയാ ഹുക്കുംനാമ എന്നുള്ള പേരിൽ ജാവേദ് അക്തർ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അതിൻ്റെ ഉറുദുവിൻ്റെ തുടക്കം മാത്രം വായിക്കാം, ഞാൻ ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ട്. किसी का हुक्म है सारी हवाएं हमेशा चलने से पहले बताए कि उनकी समत क्या है, किधर जा रही है. हवाओं के बताना ये भी होगा चलेंगी अब तो क्या रफ्तार होगी. ഇങ്ങനെ അതങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷനാണ് വായിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉറുദു ഭാഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും പ്രതിരോധത്തിൻ്റെ ശബ്ദങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അത് അത്ര ലൗഡാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയേക്കില്ല, പക്ഷെ ഉണ്ട്. ആ ശബ്ദത്തിലേക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ മുസ്ലിം സമൂഹത്തിന്, ഞാൻ നേരത്തെ ഹിന്ദുസ്ഥാനിൽ നിന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടപെടലുകളുള്ള മേഖലകൾ കലയിൽ പ്രകടമാകുക എന്നുള്ളതിനോട് അസ്വസ്ഥത അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് മോഡേണൈസേഷൻ എന്ന് പേരിട്ടുകൊണ്ട് ഇവിടെ നന്നാക്കൽ പ്രക്രിയകൾ നടന്നത്. അത് യഥാർത്ഥത്തിൽ നന്നാക്കലായിരുന്നില്ല, തുടച്ചു നീക്കലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എങ്കിലും അത് സാധ്യമായിട്ടില്ല എന്നതുകൊണ്ടാണ് ഇന്നും ഘരാനകൾ ഇവിടെ നിലനിൽക്കുന്നത്. ആ ഘരാനകൾ ഇപ്പോഴും ഓറലാണ്, ഇപ്പോഴും ടെക്സ്റ്റലല്ല. അവയെ ടെക്സ്റ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ മോഡേണൈസേഷൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഉന്നവിട്ടിരുന്നത് ഇവിടെയുള്ള മുസ്ലിം സ്വാധീനമുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തെ തകർക്കുകയും 1700-കൾക്ക് മുമ്പ് നിലനിന്നിരുന്ന അമ്പല കേന്ദ്രീകൃതമായ ഹിന്ദുസ്ഥാനി സംഗീതത്തെ തിരിച്ചു കൊണ്ടുവരികയും അതിനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ജാരത്വത്തിൽ നിന്ന് വിടുതൽ നൽകുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതിൽ ഇന്നും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് ചെതറി പറഞ്ഞതാണ്. പലതും തമ്മിൽ കണക്റ്റ് ആയിട്ടില്ല എന്നറിയാം, എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുകയാണ്. നന്ദി. അസ്സലാമു അലൈക്കും.